ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, റെസ്റ്റോറൻറ്റ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടാൻ ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന പകുതിയിലധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ വേണ്ടി ചാനലൊന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ ഇതിലേറെ അടിപൊളിയായിട്ട് വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ടാവും, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ടീസർ എന്ന റിവ്യൂ ഓർ ഡീറ്റെയിൽ എന്നിങ്ങനെ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ 2 സെക്ഷനായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ടീസർ റിവ്യൂ എന്നുള്ളതും മറ്റൊന്ന് ടീസർ ഡീകോഡിംഗ് ഓർ ഡീറ്റെയിലിംഗ് എന്നുള്ള ഒരു സെക്ഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ടീസറിൽ നിന്ന് കണ്ടത് എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ഓരോ ഫ്രെയിംസും ആംഗിൾ ഷോട്ട്സ് ഒക്കെയാണ്. പിന്നെ ഒരു ഹോളിവുഡ് ഫിലിം ഫീലാണ് ഈ ടീസറിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ സിനിമയുടെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചിത്രത്തിൻ്റെ ടീസറിൽ പുതിയ ഷോട്ട്സ് ആണെങ്കിലും ക്യാരക്ടർ പോസ്റ്റർ വന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ സെയിം സീൻസ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ടീസറിനുപരി ഒരു ക്യാരക്ടർ വൈസ് ഗ്ലിംസ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പിന്നെ ഈ ചിത്രത്തിലെ ടീസർ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഡയലോഗ്സ് ലൂസിഫർ എന്ന ചിത്രത്തിലെ മെയിൻ ഡയലോഗ്സ് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു സീക്രട്ട് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ ഡയലോഗ്സിൽ മറ്റും അതിൽ ലഭിച്ചത് കബൂക കാർട്ടറും ഖുറൈശി അബ്രഹാം ഗാങ്ങും എന്നതാണ്. ഇതിൽ കബൂക കാർട്ടറിനെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ അതിൽ കബൂക കാർട്ടർ എന്ന് വെച്ച് ഒന്നും എക്സിസ്റ്റ് ആയിട്ടില്ല. പിന്നെ ആകെ ഉള്ളത് കബൂക എന്നൊരാളാണ്. അയാളുടെ ലേക്ക് കുറച്ചധികം പോയി നോക്കിയാൽ കുറച്ചധികം ക്രൂവൽ ഒരു നാഷനെ വരെ ഇല്ലാതാക്കിയ ഒരു സ്ഥലത്തെ വരെ ഇല്ലാതാക്കിയ ഒരു ആളിലേക്കാണ് നമ്മളുടെ കബൂക എന്നൊരു മനുഷ്യനിലേക്കാണ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത്. ടീസറിൻ്റെ ഒരു ഓവറോൾ സ്കോർ നോക്കിയാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ടീസർ തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇല്ലുമിനാറ്റി, ഫ്രീ മേസൺ സയൻസിനെ പോലുള്ള കുറച്ച് പാറ്റേൺസും ലോഗോസും ചിത്രത്തിലുടനീളം കാണാവുന്നതാണ്. ലാലേട്ടൻ്റെ മോതിരം മുതൽ നെയിം ടൈറ്റിൽ വരെ നിലനിൽക്കുന്നുണ്ട്. ബിയുടെ ഒരു ചിത്രമാണ്, തേനീച്ചൻ്റെ ഒരു ചിത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഇവരുടെ സൊസൈറ്റി തന്നെ ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും എബ്രഹാം ഖുറൈശി എന്ന ആൾ. ഈ ടീസറിൻ്റെ ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 100ൽ 101% റേറ്റിംഗ് കൊടുക്കും. എല്ലാം വെച്ചിട്ടും എനിക്ക് അത്രയേറെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ടീസറായിരുന്നു എമ്പുരാൻ്റേത്. ഇനി വീഡിയോ തന്നെ രണ്ടാമത്തെ സെക്ഷനായ ഡീകോഡിംഗ് ഓർ ഡീറ്റെയിലിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇത് ടീസർ വൈസ് ഉള്ള ഡീകോഡിംഗ് അല്ല, ഹോൾ സ്റ്റോറി വൈസുള്ള ഡീകോഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ റൈറ്റർ മുരളി ഗോപി പറഞ്ഞ പോലെ ഈ ചിത്രം ഒരു പ്രീക്വൽ ആയിട്ടുള്ള വരാൻ പോകുന്നത്. ഒരു സ്റ്റാൻഡ് ലോൺ മൂവി ആയിട്ടാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഡുവൽ ക്യാരക്ടറായ അബ്രഹാം ഖുറൈശി എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ ലെങ്ത് മൂവി ആയിട്ടാണ് വരാൻ പോകുന്നത് എമ്പുരാൻ എന്ന ചിത്രം. ബട്ട് അതിൽ പ്രസൻറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ടീസറിൽ നിന്ന് വ്യക്തമാണ്. ചില ഫ്രെയിംസിലൊക്കെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സീൻസൊക്കെ അതിൽ ടീസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റേ കാട്ടിൽ മരം കത്തി നിൽക്കുന്ന സീനിലും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ XXX ബ്ലാക്ക് അംബാസഡർ കാർ റിവീൽ ചെയ്യുന്ന സീൻസൊക്കെ ടീസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധികവും ഈ സിനിമ 2 ടൂണിലായിരിക്കും നടക്കുന്നത്. പ്രസൻറ്റും പാസ്റ്റും ഒരേ ടൈമിൽ പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും കഥ ഉണ്ടാകുന്നത്. പിന്നെ ഡയറക്ടറും റൈറ്ററും റിവീൽ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഫ്രാഞ്ചൈസി, ഒരു ട്രിലോജി ഫ്രാഞ്ചൈസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടീസറിൽ നിന്ന് ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ ഒരു വില്ലൻ ക്യാരക്ടറിനെ കാണാൻ സാധിച്ചത് ഈ ബ്ലർ രൂപത്തിലുള്ള ക്യാരക്ടർ മാത്രമാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എമ്പുരാൻ്റെ മൂവി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന ഒരു പോസ്റ്ററാണ്, പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു ഡ്രാഗൻ്റെ സിമ്പിളുള്ള ഒരു പോസ്റ്ററാണ്. പിന്നെ ഇതൊരു യാക്കൂസ ഗാങ്ങിനെ പറ്റിയിട്ട് ഒരു കണക്ട് ചെയ്തിട്ടുള്ള കുറേ റൂമേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ അതിനെ കണക്റ്റ് ആക്കുന്നത്, അത് സത്യമാണെന്ന് കണക്റ്റ് ആക്കുന്ന ഇതിൽ ലൂസിഫറിലെ വില്ലനായ ബിമൽ നായരുടെ കയ്യിലുള്ള ലൈറ്ററിൽ ഇതേ സെയിം ഡ്രാഗൻ്റെ സിമ്പിളുള്ളതും കണ്ടിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ 2 വില്ലന്മാർ വരാനും സാധ്യതയുണ്ട്. ഒന്ന് ഈ വിമൽ നായറിനെ കണക്ട് ചെയ്തിട്ടുള്ള യാക്കൂസ ഗാങ്ങിലെ വില്ലനും, ഒന്ന് റഷ്യയിൽ നടക്കുന്ന കഥയിലെ വില്ലനുമായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങൾക്ക് എന്താണ് ടീസർ കണ്ടിട്ട് മനസ്സിലായത് എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാവുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും ഈ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെന്തായാലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.